ഹലോ, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയ ആ സ്പോണ്ടിയാസ് അല്ലെങ്കിൽ അമ്പഴങ്ങ ചിക്കൻ അച്ചാർ, ഞുറുക്ക് അമ്പഴങ്ങ അച്ചാർ കണ്ടോ. ഇതാണ് കട്ട് SP 2024. സ്പോണ്ടിയാസ് എന്നാണ് അമ്പഴങ്ങയുടെ പേര്. അപ്പോൾ ഇങ്ങനെ ഓരോ വർഷവും ഞാനിത് ഉണ്ടാക്കാറുള്ളതുകൊണ്ട് ഇതുപോലെ നല്ലൊരു പാത്രത്തിലാക്കി അത് സൂക്ഷിക്കും. അപ്പോൾ അത് ഈ വർഷത്തെയാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. ഇത് കണ്ടോ, അത് പാകമായി. നിങ്ങൾക്ക് കാണാമല്ലോ, നിറയെ അതിൻ്റെ മസാലക്കൂട്ടെല്ലാം വന്നു പാകമായി കഴിഞ്ഞു. ഇത് വെറും 3-4 ദിവസം കൊണ്ട് തന്നെ പാകമായി. ഇതൊന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്താണ് രുചി, ഉപ്പും എല്ലാം പാകമാണോ എന്നൊന്ന് നോക്കാം. ഓ, നല്ല രുചി, അപാര രുചി തന്നെ. ഈ അച്ചാറുകളിൽ ഏറ്റവും രുചിയുള്ള അച്ചാർ അമ്പഴങ്ങ, ഇതുപോലെ വിളഞ്ഞ അമ്പഴങ്ങ മുറിച്ച് ഇടുന്നതാണ്. അപ്പോൾ ഈ അമ്പഴങ്ങ ഇങ്ങനെ പാകം ചെയ്ത് കഴിഞ്ഞ് ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വാക്ക് പാലിച്ചു. ഇത് പിന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേക സംഭവമാണ്. അതൊരു സംഭവം തന്നെയാണ്. നമുക്ക് ചെയ്യാവുന്നതിൽ നല്ലത് ഇന്ന് തന്നെ ചെയ്യുക. നാളെ അപ്പോൾ അതിലും നല്ലത് ചെയ്യാൻ, അല്ലെങ്കിൽ അതിലും മെച്ചമായത് ചെയ്യാൻ ദൈവം നമുക്ക് അവസരം തരും. സർ ഐസക് ന്യൂട്ടൻ്റെ ഒരു ആപ്തവാക്യമാണിത്. അപ്പോൾ എനിക്കിന്ന് ചെയ്യാൻ പറ്റുന്ന ഈ കുഞ്ഞു കാര്യങ്ങൾ ഞാൻ അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം നാളെ ഇതിലും നല്ലത് ചെയ്യാൻ ദൈവം അവസരം തരട്ടെ. ദൈവത്തിൻ്റെ വലിയ അനന്ത കൃപ കൊണ്ടാണല്ലോ ഈ 70-75 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഈ കുഞ്ഞു പരിശ്രമത്തിലേക്ക് മുമ്പോട്ട് വരുവാനായിട്ട് എനിക്ക് സാധിച്ചത്. ഇനി ഒരു ചമ്മന്തി മേളയായാലോ. എനിക്ക് കുറേ മാമ്പഴം കിട്ടിയിട്ടുണ്ട്. നല്ല നാട്ടുമാമ്പഴമുണ്ട്, അതുപോലെ നിങ്ങൾക്ക് കാണാമല്ലോ നല്ല മൂവാണ്ടൻ മാമ്പഴം, നാട്ടുമാമ്പഴം. ഈ മൂവാണ്ടൻ മാമ്പഴവും നാട്ടുമാമ്പഴം ഞങ്ങളുടെ വീട്ടിലുള്ളതാണ്. ഈ മൂവാണ്ടൻ മാമ്പഴവും നാട്ടുമാമ്പഴവും ഉപയോഗിച്ച് ഒരു മാമ്പഴത്തെര ഉണ്ടാക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ വിഷയം അതല്ല. ഇനി മുതലൊരു കുറച്ച് ദിവസത്തേക്ക് ഒരു ചമ്മന്തി മേള നടത്താം. കറികളിൽ ഏറ്റവും രുചികരവും സ്വല്പം കിട്ടിയാൽ അതുകൊണ്ട് ഒരു പറ ചോറുണ്ണാൻ മാത്രം നല്ല ഒരു വിഭവമാണ് ചമ്മന്തി. പ്രത്യേകിച്ച് ചില ഉണക്കമീൻ ചമ്മന്തികൾ. ഇപ്പോൾ ഇന്നൊരു ഉണക്കമീൻ ചമ്മന്തി ആയിക്കോട്ടെ. ഈ ഉണക്കമീൻ നന്നായി കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനുള്ള ചേരുവകളാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇതാണ് എൻ്റെ സീക്രട്ട് ഏജൻറ്റ്, ദാറ്റ് ഈസ് ദി അരിപ്പൊടി. അപ്പോൾ ഈ മുളകും മഞ്ഞളും അരിപ്പൊടിയും കൂടെ നന്നായി ഇതിൽ പുരട്ടണം. പുരട്ടിയതിന് ശേഷം ഇത് വെളിച്ചെണ്ണയിൽ വറക്കണം. അപ്പോൾ ഇത് പുരട്ടി വെളിച്ചെണ്ണയിൽ വറുത്ത് കാണിക്കാം. ഈ അരിപ്പൊടി ചേർത്ത് വറക്കുന്നതുകൊണ്ട് നന്നായിട്ട് മുരുമുരാ കിരുകിരാകണ്ടോ, കരകരാന്നുള്ള ശബ്ദം നന്നായിട്ട് മൂപ്പിക്കണം. ഈ വറുത്ത മീൻ ഇതുപോലെ തന്നെ തിന്നാനും നല്ലതാണ്. പക്ഷേ ഇത് ചമ്മന്തിയാക്കാമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഒരു ചമ്മന്തിയാക്കാം. ഈ ചമ്മന്തിക്ക് വേണ്ട കൂട്ടുകൾ കാണിക്കാം. ഈ ചമ്മന്തിക്ക് നല്ല ഇനം കറിവേപ്പില, അത് നന്നായിട്ട് വേണം. ഇത് വത്തൽമുളക് വറുത്ത് വെച്ചിരിക്കുന്നതാണ്. ഉള്ളി, ചുവന്നുള്ളി, സ്വല്പം ഇഞ്ചി. അപ്പോൾ ഇതിലൊന്നിലും വെള്ളത്തിൻ്റെ ഒരംശവും പാടില്ല. ഇത് വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി അരച്ച് ചമ്മന്തി പരുവത്തിലാക്കി കാണിക്കാം. ഇതിൻ്റെ കൂടെ ഒരു വേറെ സാധനം കൂടെ ചേർത്താൽ നല്ലതായിരിക്കും. അതായത് ഇത് തേങ്ങ അതിൻ്റെ പൊരിപ്പിലും നന്നായി മൂപ്പിച്ച് വറുത്ത് വെച്ചിരിക്കുന്നതാണ്. ഞാൻ സാധാരണ ഇത് ചേർക്കാറില്ല. പിന്നെ ഉണക്കമീൻ്റെ ആ രുചി അത്ര ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് തേങ്ങ ചേർത്താൽ രുചികരമായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായി മിക്സിയുടെ ചെറിയ ബൗളിലോട്ട് ഇടാം. വറുത്ത മീൻ മുഴുവനായിട്ടിട്ടു. അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ബാക്കി മസാലകൾ ചേർക്കാം.
അപ്പോൾ കണ്ടല്ലോ, മസാല പൊടിച്ചു. ഈ പൊടിച്ച മസാലയല്ല, തെറ്റിപ്പോയി. ഇത് നമ്മുടെ ഉണക്കമീൻ വറുത്തതാണ് പൊടിച്ചത്. ഇതിലോട്ട് ഓരോ ഉള്ളി, കാശ്മീരി മുളക്, വെളുത്തുള്ളി, കറിവേപ്പിലയൊന്നും ജലാംശമില്ലാതെ എടുത്തു വച്ചിരിക്കുന്നതാണ്. ഈ ഒരു ചമ്മന്തി ഇതേ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ നാൾ കേടുകൂടാതെ ഇരിക്കും. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിനകത്ത് ഒന്നിലും ജലാംശമില്ല. കറിവേപ്പിലയാണെങ്കിലും സ്വല്പം ഒന്ന് വാട്ടി, അതായത് അതിൻ്റെ വെള്ളം മാറ്റിയതിന് ശേഷമാണ്. ഈ കൂട്ടത്തിൽ വേണമെങ്കിൽ തേങ്ങ കൂടെ ചേർക്കാം. പക്ഷേ ഞാൻ സാധാരണ തേങ്ങ ചേർക്കാറില്ല. അത് ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് ചേർക്കാം. കണ്ടോ, ഇതാണ് ഇന്നത്തെ താരം, ഉണക്കമീൻ ചമ്മന്തി. ഈ ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കുന്നതിൽ 2-3 പ്രത്യേക കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ട്രിക്കാണ്. ഇത് നല്ല രുചിയാണ്. ഇതിനോട് ചേർത്ത് സ്വല്പം തേങ്ങ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അതിന് വേറൊരു രുചിയാണ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ഉപ്പും എല്ലാം പാകത്തിനാണോ എന്ന്. എല്ലാം പാകത്തിനാണ്, ഉപ്പും എരിവും എല്ലാം പാകത്തിനാണ്. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൊട്ട ചോറിന് അത്ര രുചിയാണ്. ഇതിൻ്റെ മണം അടിച്ചാൽ മതി ചോറിനാനായിട്ട്. ഇനി ഇത് സ്വല്പം തേങ്ങ കൂടെ ചേർത്ത് ഒന്ന് അരച്ച് കാണിച്ചു തരാം. ഇതാണ് തേങ്ങ ചേർത്ത് അരച്ച ചമ്മന്തി. ഇത് തേങ്ങ ചേർക്കാതെ അരച്ച ചമ്മന്തി. തേങ്ങ ചേർത്ത് അരച്ചത് ഇച്ചിരി കൂടെ എരിവും പുളിയും ഉപ്പും എല്ലാം കുറവുണ്ടായിരിക്കും. കാരണം അത് തേങ്ങയുടെ രുചിയാണല്ലോ. അതുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉഗ്രൻ, ഞാൻ വിചാരിച്ച പോലെയല്ല, ഇതും കൊള്ളാം. ഇത് രണ്ടും ചോറ് എവിടെയെങ്കിലും പൊതി കെട്ടി ദൂരത്തേക്ക് പോകുമ്പം കൊണ്ടുപോകാനായിട്ട് നല്ല ചമ്മന്തിയാണ്. ഇത് ഞാൻ സാധാരണ ഉണ്ടാക്കി എൻ്റെ മക്കൾ വെളിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ ബാംഗ്ലൂരും ഡൽഹിയിലും ഒക്കെ പഠിക്കാൻ പോകുമ്പോൾ പൊതിച്ചോറിന് കൊടുത്തു വിടുമായിരുന്നു. ആ കൂട്ടത്തിൽ തേങ്ങ ചേർത്തും തേങ്ങ ചേർക്കാതെയും കൊടുക്കുമായിരുന്നു. ഈ ചമ്മന്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ വേറൊരു ചമ്മന്തിയുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കേ.